ഹലോ സ്റ്റുഡൻസ്. സോ ഈ വർഷത്തെ നമ്മുടെ 10th ഫസ്റ്റ് ചാപ്റ്റർ ബീർബകുട്ടി, അത് കഹാനിയാണ് എഴുതിയത്. കഹാനികാർ പ്രഭാതാണ്. അപ്പോൾ ഫസ്റ്റ് അന്ന് നമ്മൾ മീറ്റിങ്ങിൽ നിങ്ങൾ കുറച്ച് പേര് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളെപ്പോഴും നമ്മളെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡിസ്കോഴ്സുകളാണ്, പ്രോങ്ക്തികളാണ്. അപ്പോൾ ആ പ്രോങ്ക്തികൾ എങ്ങനെ എഴുതണ്ടേ എന്നതാണ് നമുക്ക് എപ്പോഴും അറിയേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോങ്ക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഹാനി ഉണ്ടാവാറില്ല. കഹാനിയിൽ നിന്ന് നിങ്ങൾക്ക് വാർത്താലാപം എഴുതാനുണ്ടാവും, പിന്നെ പട്കഥ തയ്യാറാക്കാനുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഡയറി തയ്യാറാക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി 9th വരെയുള്ള നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് വേഗം നമ്മളെ ചാപ്റ്ററിലേക്ക് പോകാം, കാരണം കുറച്ച് ലംബി കഹാനിയെ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും എൻ്റെ നമ്മളെ അപ്ഡേറ്റുള്ള ക്ലാസ്സും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉള്ളവരാണ് അറിയാം, നമ്മളെപ്പോഴും അങ്കിതവാചൻ നമ്മൾ സ്ട്രെസ് ചെയ്യാറുണ്ട്, അതായത് ക്ലാസ്സിന് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് സെഷൻ സമയത്ത് എന്നോട് ചോദിക്കുക. ഏതെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എല്ലാ വേർഡ്സും അറിഞ്ഞിരിക്കുക. പിന്നെ വിശ്ലേഷണാത്മക സവാലും, പിന്നെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോങ്ക്തി ഉണ്ടാവും. അതായത് ഏതെങ്കിലും നിങ്ങൾക്ക് അയച്ചപ്പോൾ ഡയറി ആയിരിക്കും, എനിക്ക് തോന്നുന്നു ഇതിൽ സാഹിലിൻ്റെ ഡയറിയാണ്. അപ്പോൾ ഡയറി അത് ഞാൻ നിങ്ങൾക്ക് PDF അയച്ചു തരാം. അപ്പോൾ അത് വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും സെക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ്സൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ആൻസർ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ അത്രയും കാര്യങ്ങൾ, ഇപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രൊനൗൺസിയേഷനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വേർഡ്സൊക്കെ അറിയാത്തതൊക്കെ എഴുതി നോക്കുക. പിന്നെ വിശ്ലേഷണാത്മക സവാൽ പഠിക്കണോ, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവാറില്ലല്ലോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. വിശ്ലേഷണാത്മക സവാൽ പറഞ്ഞാൽ എന്താ, ടെക്സ്റ്റിൽ ചാപ്റ്റർ വൈസ് ഓരോരോ സെക്ഷൻ വൈസ് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ അത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തിനാ, ആ സെക്ഷനിൽ ആ ഭാഗത്ത് എന്താണ്, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗങ്ങൾ ചാപ്റ്ററിൻ്റെ മുഴുവൻ തീമും നമുക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് എന്തായാലും പഠിക്കാം, എഴുതി തന്നെ പഠിക്കാം. പിന്നെ ഡിസ്കോഴ്സ് എന്താണെന്നുള്ളത് മാത്രം എങ്ങനെ എഴുതാമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഓരോ ഡിസ്കോഴ്സ് എഴുതുമ്പോഴും, അതായത് പ്രോങ്ക്തി എഴുതുമ്പോഴും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോട്ട്സിൽ അയക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മീറ്റിങ്ങിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചാപ്റ്റർ കേട്ടോളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേ നിങ്ങൾ ചാപ്റ്റർ നല്ലോണം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ചാപ്റ്റർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് 2 പാരഗ്രാഫ് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കഹാനിയിൽ പ്രകൃതി, അതായത് മഴക്കാലം കഴിഞ്ഞിട്ടുള്ള മഴക്കാലത്തിൻ്റെ ഒരു വർണ്ണനയാണ്. മഴക്കാലത്തിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് പ്രകൃതിയിലുള്ളത്, വയലുകളിലൊക്കെ ഉള്ള മൂങ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടലകൾ, അതിൻ്റെ പച്ച നിലക്കടലകളും അതുപോലെ പച്ച കളറുള്ള ചോളവും ഒക്കെ നിറഞ്ഞ് അങ്ങനെ ഭംഗിയുള്ള ഖേത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ ലൈൻ വൈസ് നിങ്ങൾക്ക് മീനിങ് പറഞ്ഞുതരാം. ബാദൽ ബഹുത് ബരസ് ലേത്തെ പറഞ്ഞാൽ വളരെയധികം മഴ പെയ്തിരുന്നു, മഴ കഴിഞ്ഞൊരു സമയം. फिर भी बहुत सारा पानी उनमें बचा हुआ था. പക്ഷേ എന്നിട്ട് ഒരുപാട് വെള്ളം അവിടെ ഇവിടെ തങ്ങി നിറഞ്ഞിരുന്നു. വേ ഖേത്തോ ജംഗ്ലോं के ऊपर छाए हुए थे. ആ മഴ പെയ്ത വെള്ളം കാടിൻ്റെ മുള്ളും അതുപോലെ വയലുകളിലൊക്കെ തങ്ങി നിറഞ്ഞിരുന്നു. ഫുള്ളും വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞത്. സാര ആകാശ് മേഘോൻ സേ ബരാത്ത. മുഴുവൻ ആകാശവും മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. അതായത് കാലേമേഘം, അതായത് വീണ്ടും മഴ പെയ്യും എന്നുള്ള ഒരു രീതി. മേഘങ്ങൾ കൂടുതൽ കറുത്ത മേഘങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മഴ പെയ്യില്ലേ. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. മേഘങ്ങളുടെ
അതിലൂടെ തന്നെ നല്ല തണുത്ത കാറ്റ്, മേഘങ്ങളുടെ കൂടെ തന്നെ തണുത്ത കാറ്റും കൂടി ഉണ്ടായി. ഇതിലേയും ഗൂം രഹീത്തി എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക പറഞ്ഞാൽ തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നർത്ഥം. പേടോക്കെ തന്നെ അബീബി കീലേത്തെ. പേടോക്കെ തന്നെ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടി, വൃക്ഷങ്ങളുടെ തടിയൊക്കെ ഇപ്പോഴും നനഞ്ഞു. നിങ്ങൾ മഴ പെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവും. നല്ല സ്ട്രോങ് മഴയാണ്, മരമൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ടാവും. മൂംഗ്ഫലിयों के हरे खेतों में पीले फूल अभी भी गीले थे. നിലക്കടകൾ നിറഞ്ഞ പച്ച വയലേലകളിൽ അതിൻ്റെ പീലെ ഫൂൽ, നിലക്കടകളുടെ ഫൂൽ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ള പൂക്കളാണ്. അത് അപ്പോഴും ഗീലേത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൂക്കൾ നനഞ്ഞു കിടന്നിരുന്നു. അത്രയ്ക്ക് മഴ പെയ്തു, എല്ലാ സ്ഥലവും മഴ, അപ്പോൾ മുഴുവൻ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഹുവാത്ത. വയലുകളിലൊക്കെ ചെറിയ ചെറിയ ചോളത്തിൻ്റെ ചെടികൾ ഉണ്ടായിരുന്നു, അത് മുളച്ചു പൊന്തിരുന്നു. ഉഗ്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളച്ചു വരാം. ബാജ്രയ്ക്ക് ലംബേ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേ അടുക്കി ഹുയിത്തി. ഈ ചോളത്തിൻ്റെ ഇലകളിൽ നിന്ന് നീണ്ടിട്ടുള്ള ഇലകളാണ് ഉണ്ടാവുക. ആ ഇലകളിൽ വെള്ളം ഇങ്ങനെ തങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോ ഓർ ബാരിഷ് കി ഹരിയാലി കി ഗൻ ഘുലി ഹുയിത്തി. അതായത് മഴയുടെ ഈ മഴക്കാറ്റുകളിൽ ഇപ്പോഴും ആ മഴക്കാലത്ത് ഈ അടിക്കുന്ന ഈ കാറ്റിൽ ഈ പച്ചപ്പിൻ്റെ മണം വല്ലാതെ തങ്ങി നിന്നിരുന്നു. അപ്പോൾ ഈ കഹാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിൽ ഓർ ബേല, രണ്ട് ഫ്രണ്ട്സിൻ്റെ കഹാനിയാണ്. പക്ഷേ അവരൊരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഭംഗി കൂടി പറയാതിരിക്കാൻ നമ്മളെ കഹാനികാരന് ഒരിക്കലും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അറിയില്ല. നിങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ, അല്ലെ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ പച്ചപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. അപ്പം അതാണ് ഫസ്റ്റത്തെ പാരഗ്രാഫ് കേട്ടോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമ്മളെ ഫ്രണ്ട്സിനെ, അതായത് സാഹിൽ ഓർ ബേലനെ പരിചയപ്പെടുത്താം. കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി പോസ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. उन्हें बीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहुटियाँ खोचा करते थे. सुर्ख मुलायम गदबदी बीर बहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहुटियाँ कोसते थे. उन्हें देखने के लिए वे बारिश की गंध भरी बुरी ज़मीन पर बैठ जाया करते थे. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും സ്കൂളിലേക്ക് നേരത്തെ ഇറങ്ങും. എന്തിനാണ് നേരത്തെ ഇറങ്ങുന്നത്? കാരണം ഈ മഴക്കാലത്താണ് ഈ സോഫ്റ്റായ റെഡ് കളറായ ശരിക്കും വെൽവെറ്റിൻ്റെ ദേഹമാണ് അതിനുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആ ബീർ ബഹൂട്ടികളെ തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും സ്കൂളിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങും. അപ്പം ആ മഴയുള്ള മണ്ണിൽ അവർ കുനിഞ്ഞ് നിന്ന് രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നിട്ട് ഈ ബീർ ബഹൂട്ടികൾ അവരുടെ ഡ്രസ്സിലും അതുപോലെ ബാഗിലും ഒക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ലൈൻ വൈസ് നമുക്ക് നോക്കാം. ഉന്നെ ബീർ ബഹൂട്ടിയോസെ മിൽന ഹോത്താത്ത. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. സോവേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹ്ലെ നിക്കൽ ആത്തെ തെ. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി തുടങ്ങും. കസ്ബെ സെ സട്ടെ ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയാ കോച്ചാ കർത്തേ തെ. കസ്ബെ എന്ന് പറഞ്ഞാൽ സ്മോൾ ടൗൺ, ചെറിയൊരു ജംഗ്ഷൻ പോലെയുള്ള ടൗൺ, അതായത് 4 കൂടി വഴിയുള്ള ചെറിയൊരു ജംഗ്ഷൻ പോലുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന അതിനോടടുത്ത് കിടക്കുന്ന ഈ വയലുകളിൽ ബീർ ബഹൂട്ടിയ കോച്ചാ കർത്തേത്ത്. അവർ ആ വയലുകളിൽ പോയിട്ടാണ് ഈ ബീർ ബഹൂട്ടികളെ തെരഞ്ഞ് അതിൻ്റെ കൂടെ കളിക്കാറ്. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയം. എങ്ങനെയുള്ള ബീർ ബഹൂട്ടിയാണ്? സുർക്കാണ്. അപ്പോൾ എങ്ങനെയുള്ള ബീർ ബഹൂട്ടിയാണ്? സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. സുർക്ക് എന്ന് പറഞ്ഞാൽ ബീർ ബഹൂട്ടിൻ്റെ കളർ എന്താ? റെഡ് കളറ്. മുലായം സോഫ്റ്റ്. ഗദ്ബദി എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് പോലെയുള്ള സോഫ്റ്റായി വെൽവെറ്റുള്ള റെഡ് കളറുള്ള ബീർ ബഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻകി പ്യാരി പ്യാരി ബൂന്തി. അപ്പോൾ അത് നടക്കുന്ന കണ്ടാൽ എങ്ങനെയാണ് തോന്നുക? ചോരത്തുള്ളികൾ ഇങ്ങനെ ധർത്തിയിലൂടെ, ധർത്തി മത്ലബ് മണ്ണിലൂടെ നടക്കുന്ന പോലെ തോന്നും.
उनके बस्ते उनकी पीठ पर लदे होते थे. ബസ്തേ മത്ലബ് ബാഗ്, ബാഗിൻ്റെ മുകളിലും അതുപോലെ അവരുടെ പുറത്തും, പീഠ് എന്ന് പറഞ്ഞാൽ പുറത്തും ഒക്കെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ആ ബീർബഹൂട്ടി. കന്തോ പർ ടങ്കേ ഹോത്തേ തെ, കന്തോ എന്ന് പറഞ്ഞാൽ ചുമലിൽ ബാഗൊക്കെ ഇടുന്ന ഇവിടെയൊക്കെ അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर ബീർബഹൂട്ടിയാ കുശ്തേ തെ. അവർ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് ആ ബീർബഹൂട്ടികളെ വളരെ അതിനെങ്ങനെ തൊട്ട് കളിക്കുക, അവരെ കയ്യിൽ വെക്കും. അങ്ങനെ അതിനാണല്ലോ അവർ നേരത്തെ ഇറങ്ങുന്നത്. ആരെ കാര്യമാണ്? സാഹിൽ ഓർ ബേല. പിന്നെയോ उन्हें देखने के लिए वे बारिश की ഗന്ധ് ഭരി ബൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ തെ. അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട് അവർ ബാരിഷ് കൊണ്ട് നനഞ്ഞ ജമീനിൽ, നനഞ്ഞ ജമീൻ മത്ലബ് നിലത്ത് ഇരുന്നിട്ട് ഈ ബീർബഹൂട്ടിൻ്റെ ഒപ്പം കളിക്കുന്നത്. അത് യൂണിഫോം ഇട്ടല്ലേ സ്കൂളിൽ പോയല്ലേ, നനയോ ഒന്നും ചിന്തയില്ല, അതിൽ ബീർബഹൂട്ടിൻ്റെ ഒപ്പം കളിക്കുക എന്നുള്ളൊരു ഇൻട്രസ്റ്റോടുകൂടി. ഇനി നെക്സ്റ്റ് അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നോക്കണേ. ബേല, देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है. साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली गंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. അപ്പം എന്താ വെച്ചാൽ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ സാഹിലിന് ഓർമ്മ വന്നത്. എന്ത്? സാഹിൽ പറയാണ്, ഇതിൻ്റെ രംഗ്, ഈ ബീർബഹൂട്ടിക്ക് രംഗ് തുമാരെ റിബൺ കെ ജേസാ ലാൽ ഹെ, നിൻ്റെ റിബണിൻ്റെ പോലെ റെഡ് കളറാണ് സാഹിൽ പറഞ്ഞു. അപ്പം പിന്നെ അവൻ ചോദിക്കും, നീ എന്താ കേട്ടോ ബേല? അപ്പം ബേല വളരെ വിഷമത്തോടു കൂടി പറയാം, ആ കേട്ടു. എന്താ കേട്ടത്? പെഹലി ഗണ്ടിയിലേക്ക്, ആദ്യത്തെ ഫസ്റ്റ് ബെല്ലടിച്ചു സ്കൂളിൻ്റെ. ദാറ്റ് മീൻസ് വാട്ട്? സ്കൂളിലേക്ക് പോകണോ എന്നുള്ള ഇത്. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ബി ഭർവാനി ഹെ ദുക്കാൻ സെ. അപ്പോഴാണ് നമ്മൾ സാഹിലിന് ഓർമ്മ വന്നത്, ഉസ്കെ പെൻ മേ സ്യാഹി നഹി, പോയിട്ട് സ്യാഹി നിറയ്ക്കണം. പണ്ടൊക്കെ പെന്നിൽ പോയി മഷിപ്പെന്നാണ് ഉണ്ടാവും. നമ്മളിപ്പോഴത്തെ പോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ബോൾ പെന്നല്ല, മഷിപ്പെന്നാണ് ഉണ്ടാവും. അപ്പം ആ സമയത്ത് അവർ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഫില്ലർ കൊണ്ട് നിറച്ച് കൊടുക്കുക ചെയ്യുക. അങ്ങനെയായിരുന്നു. അപ്പോൾ അവന് കടയിൽ പോയി വേഗം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ എവിടെയാണെന്നാണ് പറഞ്ഞത്, ഈ ബീർബഹൂട്ടിനെ കളിക്കുന്ന കസ്ബെ എന്ന് പറഞ്ഞാൽ സ്മോൾ ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു വയലിൻ്റെ അടുത്ത്. അപ്പം തൊട്ടടുത്ത് തന്നെ ആയിരിക്കുമല്ലോ കടയൊക്കെ. ഇനി നെക്സ്റ്റ് അവർ ആ കസ്ബെ കേസേ എന്ന് നോക്കട്ടെ നമുക്ക്. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभों के बीच खींची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उगाड़े कुमार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले टॉपर से पेन में स्याही भरते थे. അപ്പം അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടല്ലോ മഷി നിറയ്ക്കാൻ പോവാണ്. അപ്പം ഇനി ജംഗ്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ, എങ്ങനെയാണ് ജംഗ്ഷൻ? 1981 का साल मतलब 1981, ആ വർഷമാണ്. രാജസ്ഥാനിലെ ജയ്പൂർ കെ നസ്ദീക്, ആ ഭാഗത്തായിട്ടാണ് ഈ ഫുലേര ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. അവിടെ സവാരി ഗാഡിയോം ഓർ മാൽ ഗാഡിയോം സദാ ഭര ഫുലേര ജംഗ്ഷൻ. എപ്പോഴും ആ സവാരി ഗാഡി എന്ന് പറഞ്ഞാൽ സവാരി ചെയ്യാനുള്ള വണ്ടികളും, അതുപോലെ മാൽഗാഡി എന്ന ഗുഡ്സ് ട്രെയിനൊക്കെ, പല ഗുഡ്സിൻ്റെ വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കസ്ബേക്ക് ലഗ്ഭഗ് സുനീതങ് ഗലിയ, ആ കസ്ബക്ക് സ്മോൾ ടൗണിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഇടവഴികളുണ്ട്. കമ്പോക്കെ ബീച്ച് गलियों में, कस्बे की लगभग सुनी तंग गलियों में खामोश खड़े बिजली के खंभे. അപ്പോൾ ആ ഇടവഴികളിലൊക്കെ എന്തുണ്ട്? ഓരോരോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ബിജ്ലിക്ക് ഖമ്പയുണ്ട്. ബിജ്ലിക്ക് ഖമ്പ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കമ്പികളുണ്ട്.
പിന്നെ ഇൻ ഗലിയോ മേ ജഹാം തഹാം ദിക്കായി പड़ते മീട്ടി മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ സ്ട്രീറ്റ് വെൻഡേഴ്സ്. അതായത് ഈ ഗലിയ, ഈ പറഞ്ഞല്ലോ കസ്ബനോട് തൊട്ടടുത്ത് ചെറിയ ചെറിയ തങ് ഗലിയുണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിയാൽ കാണാം ഈ മണി അടിച്ചുകൊണ്ട് ചെറിയ സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതായത് മിഠായി വിൽക്കാനും പല സാധനം വിൽക്കാനും ഉള്ള ആൾ. കാരണം അവിടെ പോയാൽ ആ വഴിയിലൂടെ ആയിരിക്കുമല്ലോ പല പല വീടുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണാം. പിന്നെയോ एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़. ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു ഇടവഴിയിൽ എന്തുണ്ട്, ഒരു 5-6 6-7 5-6 ഗദോങ്കി ടാപ്പോ ഖുറോങ്കി ടാപ്പോങ്കി ആവാസ്, അതായത് കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. അതിൻ്റെ ആ കഴുതകളുടെ പുറകിലായിട്ട് ആരുണ്ട്, ഉൻകെ പീച്ചെ ചൽത്ത എക് ബദൻ ഉഗാടെ കുംഹാർ, വസ്ത്രം അതായത് ഡ്രസ്സൊന്നും ഇടാത്ത അർദ്ധനഗ്നനായ ഒരു പോട്ടർമാൻ, കുശവരില്ലേ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന അവരുണ്ട്, അങ്ങനെ ഒരാളുണ്ട്. പിന്നെ ഇസി ദൃശ്യക്കെ ബീച്ച്, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ആ ദൃശ്യത്തിൻ്റെ ഇടയിലൂടെ ഗുസർത്തെ ഹുവേ ദോ സ്കൂളിൽ ബച്ച്, അതിൻ്റെ ഇടയിലൂടെ ഈ രണ്ട് കുട്ടികൾ ആരൊക്കെയാണ്, സാഹിൽ ഓർ ബേല. ഉൻ ദിനോ പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ബരി ജാത്തി തി. ആ ദിവസങ്ങളിലൊക്കെ എന്താണ് 5 പൈസക്കാണ്. 5 പൈസക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മിനോടൊക്കെ അച്ഛനോ അമ്മനോടൊക്കെ ചോദിച്ചാൽ അറിയാം. 5 പൈസക്കാണ് മഷി നിറയ്ക്കാന്ന്. അപ്പോൾ 5 പൈസക്ക് മഷി നിറയ്ക്കാൻ വേണ്ടി അവർ പോവാണ്. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ടോപ്പർസെ പെൻമേ സ്യാഹി ബർത്തേത്തെ, അങ്ങനെയായിരുന്നു. ടോപ്പറുണ്ട് ഡ്രോപ്പറുണ്ട്, അതിൽ മഷി നിറയ്ക്കായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ആണ്, ഇനി നെക്സ്റ്റ് സാഹിലും ബേലയും ദുക്കാനിലെത്തുന്നതും അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा स्याही की बोतल अभी अभी खाली हो गई, अब तो कल ही मिल पाएंगी. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया. बेला बोली. बादल को देखकर घड़े को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना बाबू. दोनों? दुकान वाले भैया ने कहा. हाँ दोनों, और हम दोनों का सेशन भी एक है. ए बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ അവർ കടയിലേക്ക് പോവാണേ. അപ്പോൾ കടയിൽ പോകുമ്പോൾ ഇവർ 3 പേരുള്ള വാർത്താലാപ്. പെൻ മേ കുച്ച് സ്യാഹി ബച്ചി തി ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. പെന്നിലുണ്ടായിരുന്ന കുറച്ച് സ്യാഹി ജമീൻ പർ സാഹിലിനെ ചിടക് ദിയ. അവനിങ്ങനെ എന്താ വെച്ചാൽ പുതിയ സ്യാഹി നിറയ്ക്കാൻ പോവല്ലേ, അപ്പം പഴയത് വേണ്ടല്ലോ വെച്ച് പുതിയതാക്കാൻ വിചാരിച്ചു. എന്നിട്ടോ നെയ് സ്യാഹി ഭർവാനേക്ക് ലിയേ ദോനോ ദുക്കാൻ പർ എത്തി. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. അപ്പം വേഗം മഷി നിറയ്ക്കൂ ചേട്ടാ എന്ന് ആര് പറഞ്ഞു? നമ്മളെ ബേലയാ പറയുന്നത് സാഹിലിന് വേണ്ടിയിട്ട്. ബേട്ട സ്യാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി, അബ് തോ കൽ ഹി മിൽ പായേഗി. അപ്പോൾ ദുക്കാൻ വാലെ ബൈ എന്ത് പറയും, ഇപ്പം തീർന്നുള്ളല്ലോ മോനെ, ഇനി നാളെ കിട്ടുള്ളൂ. കാരണം അതൊരു ഗ്രാമപ്രദേശത്തിലുള്ള ജംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് കടകളൊന്നും ഉണ്ടാവില്ല. മഷിയുള്ള സ്ഥലം ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया. बेला बोली. അപ്പോൾ ബേല പറഞ്ഞു ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള മഷിയും കൂടിയും താഴെ കളഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പം ദുക്കാൻ വാലെ ഭയ്യ ഒരു അഡ്വൈസ് എന്ന പോലെ പറയേ, ബാദൽ കോ ദേക്കർ ഗഡേക്കോ നെഹി ഡുലാന ചായേ. അതായത് മഴക്കാറ് കണ്ട് എന്ന് വിചാരിച്ചിട്ട്, ആകാശത്ത് നിങ്ങൾ കാർമേഘങ്ങൾ കണ്ട് വിചാരിച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള കുടം നിങ്ങൾ ഉടച്ച് കളയരുത്. കയ്യിലുള്ള കുടം ഉടച്ച് കളയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, നമ്മൾ കുടത്തിലല്ലേ വെള്ളം കൊണ്ടുവരലും ശേഖരിക്കലും ഒക്കെ ചെയ്യുക. അപ്പം വെള്ളം മഴ പെയ്യുമ്പോൾ ഓൾറെഡി വെള്ളം കിട്ടുമ്പം അത് ആവശ്യമില്ല എന്നുള്ള തോന്നൽ അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെന്ന് പ്രതീക്ഷയിൽ നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുത്തരുത് എന്നാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ബേസ്ഡ് നിങ്ങൾക്കൊരു വിശ്ലേഷണാത്മക സവാലും കൂടി ഉണ്ട്. അതിൻ്റെ ഒന്നും കൂടി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എഴുതി തരാം കേട്ടോ.
പിന്നെ ദുക്കാൻ വാലെ ഭയ്യ അവരോട് ചോദിക്കുന്നുണ്ട് കോൺ സീമേ പഠിത്തേ ഹോ, എത്രയിലാണ് പഠിക്കുന്നത് ചോദിക്കും. അപ്പോൾ സാഹിൽ പറയും, സാഹിൽ ഓൾറെഡി ഭയങ്കര ഡെസ്പായി, കയ്യിൽ മഷിയില്ല, സ്കൂളിലേക്ക് പോയാൽ നല്ല സീനാവുന്നറിയാം. അപ്പോൾ സാഹിൽ പറയണേ പാഞ്ച്വീമേ, പാഞ്ച്വീമ ഭയങ്കര വിഷമത്തോടു കൂടി പറയും. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. സാഹിലിനെ ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाबू. ഭയങ്കര വിഷമത്തോട് കൂടിയാണ് പറഞ്ഞത്. എന്താ കാരണം? കാരണം 5ാം ക്ലാസ് പഠിക്കുന്നത് എന്തോ വലിയ പാപം എന്ന രീതിയിലാവും പറഞ്ഞത്. അവൻ്റെ മനസ്സിൽ നിറയെ എന്തായിരിക്കും, മഷി കിട്ടിയില്ല, സ്കൂളിൽ എന്താ ചെയ്യുക എന്നുള്ള ആലോചിച്ചിട്ടായിരിക്കും. അപ്പം ദുക്കാൻ വാലെ ഭയ്യ വീണ്ടും ചോദിക്കും, അദ്ദേഹത്തിന് ചിലപ്പം സങ്കടമായിട്ടുണ്ടാവും അവരുടെ സിറ്റുവേഷൻ. അപ്പം രണ്ടുപേരും दोनों दुकान वाले भैया ने कहा हाँ दोनों और हम दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात. ബേലക്ക് ഇതൊന്നും കേട്ടില്ല. അവളാ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, ഞങ്ങളുടെ സെക്ഷനോ ഒന്നാണെന്ന് പറഞ്ഞ് ഭയങ്കര എന്തോ വലിയ കാര്യം പോലെ ബേല പറയും. ഇനി നെക്സ്റ്റ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗഹരായി कैसे है എന്ന് പറയുന്ന പാരഗ്രാഫാണ് നിങ്ങൾ നോക്കാം. क्लास में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में, वो तलवार पुरानी थी, पढ़ता तो बेला भी चमक उठी सन 57 में, वो तलवार पुरानी थी, पढ़ती थी. बेला कहती बहन जी पानी पीने चली जाओ. साहिल भी कहता बहन जी पानी पीने चले जाओ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ക്ലാസ് മേ ദോനോ പാസ് പാസ് അടുത്തടുത്തായിരുന്നു ഇരുന്നത്. കോപ്പി മേ കാം കർത്തേത്, കാപ്പി എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്, നോട്ടിൽ വർക്ക് ചെയ്യാണ്, രണ്ടുപേരും നോട്ടിൽ വർക്ക് ചെയ്യും. അതുപോലെ കിതാബ് പഠിത്തേത്തോ രണ്ടുപേരും വായിക്കാണ്, രണ്ടുപേരും ഒന്നിച്ച് വായിക്കും. പിന്നെ പാഠ് ബി ഏക് ഹി പഠിത്തേത്, അതായത് ചമക് ഉട്ടി സൻ 57 में वह തൽവാർ പുരാനി തി എന്നുള്ള ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ബേല പഠിക്കുകയാണ്, സാഹിലും അത് തന്നെയെങ്കിൽ രണ്ടുപേരും സെയിം ആണ് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ ഇനി ബേല ചോദിക്കുകയാണ് ബഹൻജി ചേച്ചി വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ആരോ ചോദിച്ചാൽ അതുപോലെ തന്നെ സാഹിലും ചോദിക്കും ഞാൻ വെള്ളം കുടിക്കാൻ പോട്ടെ. അപ്പോൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് ഒരു ഇൻസിഡൻ്റ് ആണ് ക്ലാസ്സിൽ അവരുടെ ഒരു ക്ലാസ്സിൽ നടന്ന ഗണിതിൻ്റെ മാർട്ട് സാബ് സുരേന്ദ്ര മാർട്ട് സാബ് ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണ്, നോക്കാം. गणित के मार्ट साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. सुरेंद्र जी मार्ट साहब इसी पीरियड में कापी जांचते थे. ज़रा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. एक दिन सुरेंद्र जी मार्ट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पांव अभी भी कांप रहे थे, जैसे वो खड़े खड़े अभी गिर जाएगी. सुरेंद्र जी मार्ट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. बेला का मन बहुत खराब हो गया. मार्ट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वो उसके पास आकर बैठी उससे नज़र नहीं मिला पाई. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഗണിത് മാർട്ട് സാബ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സാബ് എന്നുള്ളത് പറയാണ്. മാർട്ട് സാബ് സുരേന്ദ്ര ജി കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ്, ഖേൽ ഖണ്ഡി മത്ലബ് PT-ൻ്റെ പീരീഡ് കഴിഞ്ഞ അപ്പോൾ തന്നെയാണ് മാത്സിൻ്റെ സാറ് ക്ലാസ്. പേരെന്താ? സുരേന്ദ്ര മാർട്ട് സാബ്. ബച്ചെ ഉൻസെ കാംതേ, കുട്ടികൾ അദ്ദേഹത്തെ കണ്ടാൽ വിറയ്ക്കുമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്ട്രിക്റ്റുള്ള ടീച്ചേഴ്സിനെ? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ.
और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പം അതായത് നോർമലി പി ടി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പി ടി പീരീഡ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാലും കുട്ടികളെത്തില്ല. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ 10 മിനിറ്റ് 2 മിനിറ്റ് മുമ്പേ തന്നെ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്. അപ്നി അപ്നി ജഗം സ്വന്തം സ്ഥലത്ത് വന്ന് ഇരിക്കുന്നു. അപ്പോൾ സുരേന്ദർജി മാഡ് സാബ് ഇസി പീരീഡ് മേ കാപ്പി ജാഞ്ച്തേ थे. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം നോട്ട് നോക്കാറുണ്ടായിരുന്നത്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापट मारने लगे. എന്തെങ്കിലും ചെറിയ തെറ്റ് കണ്ടാൽ കുട്ടികളെ ഫേങ് തീ എന്നാണ് പറഞ്ഞത്. അതായത് വലിച്ചെറിയുക. അതായത് കുട്ടികളോട് വളരെ ബുരേ ഭർത്താവ് ചെയ്യുന്ന ഒരു മാഡ് സാബ എന്നുള്ള അർത്ഥമാണ്. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അദ്ദേഹം കൈയെടുത്ത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ മറന്നു. അതായത് അടിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ അദ്ദേഹത്തിന് അറിയില്ല എന്നർത്ഥം. एक दिन सुरेंद्र जी माड साहब ने बेला के बालों में पंजा फंसाया. അപ്പോൾ ഒരു ദിവസം സുരേന്ദർജി മാഡ് സാബ് ബേലൻ്റെ മുടിയിൽ പഞ്ച ഫസാന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക. മുടി ഇങ്ങനെ പിടിക്കുന്നതിനാണ് പഞ്ച പറഞ്ഞാൽ നമ്മളെ ക്ലോസ്, നമ്മളെ കൈയിൻ്റെ ഈ ഭാഗത്തെയാണ് പഞ്ച എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് അദ്ദേഹം ഇങ്ങനെ മുടി ഇങ്ങനെ ശക്തമായി പിടിച്ചു എന്ന്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने. അപ്പോൾ മുടി പിടിച്ച അവളെ ശരിക്കും ഉന്താൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഏതൊരു വിചാരിച്ചിട്ടാണോ അവളെ ശിക്ഷിക്കാൻ പോയത്, പക്ഷെ ആ തെറ്റ് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ടോ ഉന്നോനെ ബേലാക്കോ ചോട്ടി. അപ്പോൾ അദ്ദേഹം ബേലനെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹ്റേക്കോ ദേക്കർ സാഹിൽ ബുരി തര ഡർ. അപ്പം അവൾ തെറ്റിന് അവൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു കണ്ടപ്പോൾ തന്നെ കുട്ടി ബേല ആകെ പേടിച്ചു പോയി. സാഹിലും പേടിച്ചു. അവൻ്റെ ഫ്രണ്ടല്ലേ അങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു തരത്തിലും അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളായ ആളുകളല്ലേ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു. ഉസ്നെ ദേക്കാക്കി ബേലാക്കെ പാവ് അബീബി കാം രഹേത്തെ. അപ്പോൾ അവൻ നോക്കുമ്പോൾ ബേലൻ്റെ കാലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ ജैसे वो खड़े खड़े अभी गिर जाएगी. അവന് തോന്നി അവൾ ഇപ്പോൾ തന്നെ ചിലപ്പം വീണു പോകും പേടിച്ചിട്ടെന്ന്. സുരേന്ദർജി മാഡ് സാബ് ने कापी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. അപ്പോൾ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ആ നോട്ട്ബുക്ക് ബെഞ്ച് താഴേക്ക് എറിഞ്ഞിട്ട് അങ്ങോട്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരിക്കുകയെന്ന് പറഞ്ഞു. എന്നിട്ടോ ബേലാക്ക മൻ ബഹുത് ഖറാബ് ഹോ ഗയ. അവളെ മനസ്സാകെ അസ്വസ്ഥമായി. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ് മാഡ് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. വേണമെങ്കിൽ സാർ എന്നെ അടിച്ചോട്ടായിരുന്നു, പക്ഷെ സാഹിലിൻ്റെ മുമ്പിൽ വേണ്ടായിരുന്നു എന്ന്. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. സാഹിലിൻ്റെ മുമ്പിൽ അവൾക്ക് വളരെയധികം ഒരു നാണക്കേട് പോലെ തോന്നി. കാരണം ഒരാൾ നമുക്ക് ഫ്രണ്ടായി നമ്മളെ കരുതുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യലാണെന്ന് നമുക്കും ആണ് അവരെ നമ്മൾ ഫ്രണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവളുടെ ഫ്രണ്ടിൻ്റെ മുമ്പിൽ ഒരു നാണം കെടുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവൾ ആരായാലും ഫ്രണ്ട് ആകുമ്പോൾ നാണം കെട്ടുപോകും. അപ്പോൾ ആ ഒരു വിഷമം അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ജബ് വോ ഉസ്കെ പാസ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ഇരിക്കല്. അപ്പം ജബ് ബേല സാഹിൽ കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നെഹി മിലാപ്പായി. നസർ നെഹി മിലാന നേരിട്ട് നോക്കാൻ അവൾക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാണ്? കാരണം അവളെ മനസ്സിൽ നിറയെ ആകെ ഷർമിന്ദികയായി, ഭയങ്കര നാണക്കേട് പോലെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് വേറെ ഇൻസിഡൻ്റ് ആണ്. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे ओए होए सफ़ेद पट्टी कह रहा था तो कोई सुल्ताना टाकू तो कोई कुछ और कहकर चिढ़ा रहा था. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. छत से गिर गई, बेला ने हंसते हुए कहा और कहा बहुत दिन हो गए. आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो नहीं लगेगी. बेला ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालों में पूरी खेल खंडी लंगड़ी टांग खेले.
इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ദീപാവലിക്ക് ചുട്ടിയൊക്കെ നമ്മളവിടെയൊക്കെ ഓണം വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ദീപാവലിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേല കെ സിർ മേ സഫേദ് പട്ടി ബന്ധി തി. സഫേദ് പട്ടി മത്ലബ് ബാൻഡേജ്. അവളുടെ തലയിൽ ഒരു വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. കോയി ഉസേ ചിലവർ, അപ്പം കുട്ടികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കല്ലോ എന്തെങ്കിലും കണ്ട. അപ്പോൾ അവളിങ്ങനെ ആ ഒരു ബാൻഡേജ് ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അവളെ ചിലവരെന്താ വിളിച്ചത്, ഹോയ് ഹോയ് സഫേദ് പട്ടി, ഓ വെള്ള കളർ ബാൻഡേജ് എന്ന് വിളിച്ചു. ചിലവർ സുൽത്താന ടാക്കു, അന്നത്തെ കാലത്ത് സുൽത്താന ടാക്കു എന്ന് പറഞ്ഞ ഒരു കൊള്ളക്കാരത്തിയായിരുന്നു, അപ്പോൾ അത് വിളിച്ചു. तो कोई कुछ और कहकर चिढ़ा रहा था. ചിലവർ അവളെ സുൽത്താനാട്ടാക്കും, ഒരു ആ സമയത്തുള്ള ഒരു കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിക്കായിരുന്നു. പിന്നെ ചിലവർ അന്നൊരു ഫിലിമുണ്ട് സുൽത്താന ടാക്കു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ വിളിച്ചിരുന്നു. പിന്നെ ചിലവർ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കായിരുന്നു. ഈ ക്യാ ഹോ ഗയ. അപ്പോൾ നമ്മളെ സായി ചോദിക്കുകയാണ്, എന്ത് പറ്റി ബേല? ചത്സേ ഗിർഗൈ. അവളിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടെറസിൽ നിന്ന് വീട് പോയിന്ന്. അല്ലെങ്കിൽ വേദന തട്ടുമ്പോൾ നമുക്ക് ആ സമയത്തല്ലേ ഉണ്ടാവുള്ളൂ, പിന്നീട് ഉണ്ടാവണമെന്നില്ലല്ലോ. ആ സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയപ്പോൾ പറഞ്ഞു ടെറസിൽ നിന്ന് വീണ് പോയിന്ന്. പിന്നെ ഒന്നും കൂടി പറഞ്ഞു, ബഹുത് ദിൻ ഹോഗെ ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചോക്ക് മേ ലംഗടി ടാങ് ഖേലേങ്കെ. അതായത് പീട്ടീൻ്റെ പീരീഡ് ഗാന്ധി ചോക്കിൽ പോയിട്ട് എനിക്ക് കിത്തി കളിക്കാൻ പറഞ്ഞാൽ ഒറ്റ കാലിൽ നിന്നിട്ട് ഇങ്ങനെ കിത്തി നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കളിക്കുന്ന മാതിരി തൊടും. അപ്പോൾ അത് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സാഹിൽ പറഞ്ഞു, നെയ് ഖേലെങ്കിൽ, ഇല്ല നമ്മൾ കളിക്കില്ല. ക്യോങ്കി തെരെ സിർമേ ഫിർസെ ലഗ് ജായെങ്കി തോ, ഇനിയും തലയിൽ എന്താ പറ്റിയാലോ. അപ്പോൾ പറഞ്ഞു നെയ് ലഗെങ്കി, ഇല്ല ഒന്നും പറ്റില്ല. അപ്പോൾ ബേലാനെ ജിദ്ക്കി, അവൾ വാശി പിടിച്ചില്ല, ഞാൻ കളിക്കും. അപ്പോൾ അവൻ സമ്മതിച്ചു. അങ്ങനെ ഓർ വേ ഹമേശാ കി തര സാരെ ബച്ചോं के साथ गांधी चौक की बालू में पूरी खेल खंडी लंगडी टांग खेले. എന്നിട്ട് ആ ഗാന്ധി ചോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂളിൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ പോയിട്ട് മുഴുവൻ ആ പി ടി പീരീഡ് മുഴുവനും അതിൻ്റെ ബാലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേത്താണ്, പൂഴിമണ്ണാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ രേത്തിൽ പോയിട്ട് പൂഴിമണ്ണിൽ പോയിട്ട് ആ ലംഗടി ടാങ്ക് അവർ കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रहे. അപ്പോൾ ഗാന്ധി ചോക്ക് എന്ന പേര് വരാൻ അവിടെ കാരണം തന്നെ ഗാന്ധിജിൻ്റെ പ്രതിമ അവിടെ ഉണ്ട്. അപ്പം ഈ നമ്മളെ പ്രഭാത് പറയാണ്, ഈ കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ, നോർമലി അവിടെ വലിയ ആളുകളും ഒക്കെ ഇങ്ങനെ എന്താ പറയുക പാർക്ക് പോലെയുള്ള ഒരു സ്ഥലമാണ്, അവരിങ്ങനെ ഈവനിങ് വാക്കും മോർണിംഗ് വാക്കും ഒക്കെ വരാണ്. പക്ഷെ കുട്ടികളെ കണ്ടപ്പോൾ ഗാന്ധിജി അതായത് എപ്പോഴും ഇല്ലാത്ത പോലെക്കാളും കൂടുതൽ ചിരിച്ചു നിൽക്കുന്ന പോലെ ഗാന്ധിജിൻ്റെ പ്രതിമനെ തോന്നിയെന്ന്. അതായത് ഗാന്ധിജിക്ക് കുട്ടികളെ സത്യസന്ധരായ കുട്ടികളങ്ങനല്ലേ, ബച്ചേ മൻകി സച്ചേ എന്നാ പറയാം, അവർക്ക് കളങ്കമില്ല എന്നാ പറയാം. അങ്ങനെ തന്നെയാണ് ശരിക്കും. പക്ഷെ ഇപ്പോൾ എല്ലാവരും കള്ളത്തരൊക്കെ പഠിച്ചു വരുന്നുണ്ട്. എന്നാലും കുട്ടികളെപ്പോഴും കമ്പാരിറ്റീവ്ലി വലിയ ആളുകളെക്കാളും ബച്ചേ മൻകി സച്ചാണ്. അവർ മനസ്സുകൊണ്ട് എപ്പോഴും സത്യമുള്ളവരായിരിക്കും. അപ്പോൾ ഗാന്ധിജിക്ക് എപ്പോഴും സത്യം പറയുന്നതും സത്യം ചെയ്യുന്നവരെയാണ് കൂടുതൽ ഇഷ്ടം. ആ ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, ഇനി വേറൊരു ഇൻസിഡൻ്റ് ആണ്. ഇപ്പോൾ ബേലൻ്റെ സിർമേ സഫേദ് പട്ടി വന്നിട്ടുണ്ട്, അതായത് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെഷൻ എന്താണെന്ന് നോക്കാം. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वो एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है, सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഞായറാഴ്ച ദിവസം, രവിവാർ കാ ദിൻ, സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി
ഡാലി പക്കഡ്കർ ജൂം രഹാ താ. സാഹിൽ തൻ്റെ വീട്ടിൽ നീം കി പേട്, നീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ കൊമ്പ് പിടിച്ച് ഇങ്ങനെ അവനിങ്ങനെ ആടിക്കൊണ്ട് കളിക്കായിരുന്നേ. വോ എക് സ്റ്റൂൾ പർ ചഡ്കർ ജൂൽത്താ താ. അപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് അവൻ കളിക്കായിരുന്നു. അപ്പോൾ അച്ചാനക് പെട്ടെന്ന് എന്ത് പറ്റി, ടൂട്ടെ സ്റ്റൂൾ കി എക് കീൽ സാഹിൽ കി പിണ്ഡ്ലിമേ ലഗെ. അപ്പം പൊട്ടിയൊരു സ്റ്റൂളൊക്കെ ആയിരുന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കീൽ എന്ന് പറഞ്ഞാൽ ആണി സാഹിലിൻ്റെ പിണ്ഡ്ലി പറഞ്ഞാൽ നിങ്ങൾ ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുട്ടും കാലിൻ്റെ കുറച്ച് താഴെയായിട്ട് ബാക്ക് സൈഡിൽ ഒരു റെഡ് കളർ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് 11th പേജിലുണ്ട്, അതിൽ അടയാളമുണ്ട്. ആ ഭാഗമാണ് പിണ്ഡ്ലി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അവിടെ തട്ടി, സ്റ്റൂളിൻ്റെ ഭാഗം ആണി തട്ടി. എന്നിട്ടോ സിർമേ പട്ടി അച്ഛാ 1 ഇഞ്ച് ഗഹ്റാ ഗഡ്ഡ ഹോക്കെ, 1 ഇഞ്ച് ആഴത്തിൽ അത് ആണി കയറിപ്പോയി. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവല്ലോ. അപ്പോൾ അവനെ സാഹിലിനെ ഉസേ സർക്കാരി ആസ്പത്താൽ മേ പട്ടി ബന്ധവാനെ കെ ലിയെ ലേ ജായ ഗയ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജ് ഇടാൻ വേണ്ടി പോയപ്പോൾ, അവിടെ മുറിവ് കെട്ടാൻ വേണ്ടി പോയപ്പോൾ ഉസ്നെ ദേക്കാക്കി 2 ലോഗോं को छोड़कर, 2 ആളെ കഴിഞ്ഞിട്ട് ആകെ ബേല കടി. അതിൻ്റെ തൊട്ട് മുമ്പ് ബേല ഇങ്ങനെ വരും. സർക്കാർ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയിട്ടുണ്ടാകും, ക്യൂ ഒക്കെ നിന്നിട്ടാണ് പോവുക. ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലേ, അപ്പം അന്ന് ഇങ്ങനെ വരിയായിട്ടാണ് നിൽക്കുക. അന്നുമല്ല ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം വരിയായി 2 ആളെ കഴിഞ്ഞപ്പോൾ നമ്മളെ ബേലനെ സാഹിൽ കണ്ടു. അപ്പോൾ ബേല എന്തിനാക്കി വന്നിട്ടുണ്ടാവും, ഓൾറെഡി ഉസ്കെ സിർ पर क्या है പട്ടി ടെറസ് സെ ഗിർക്കർ ഉസ്കെ സിർ മേ ചോട്ട് ലഗി थी. അപ്പം അത് മാറ്റി കെട്ടാനോ അല്ല അത് കാണിക്കാനോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ സിർ മേ പട്ടി ബന്ധവാനെ ആയി. അപ്പോൾ അവൾ തലയിൽ ബാൻഡേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വന്നത്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर പട്ടി ബന്ദി ഹോത്തി ഓർ ഏക്കി പിണ്ഡ്ലിമേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവർ 2 പേരും എന്ത് ചെയ്യണം, വെള്ളം കുടിക്കാൻ പോകണമെങ്കിലും ബുക്ക് വായിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും എപ്പോഴും ഒന്നിച്ചാണ്. അപ്പോൾ ഈ മുറിവ് പറ്റിയപ്പോഴും 2 പേരും ഒന്നിച്ച് എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒരാളുടെ തലയിലും ഒരാളുടെ കാലിലും ഇങ്ങനെ 2 വെള്ള കളറുള്ള ബാൻഡേജ് ഇട്ട ആളുകളെ ആ സ്കൂളിൽ കുറച്ച് ദിവസം കാണാമായിരുന്നു. ഇനി നെക്സ്റ്റ് ഏകദേശം കഹാനിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്, നോക്കിക്കോളൂ. 5वीं कक्षा का रिजल्ट आ गया, दोनों छड़ी में आ गए. ये स्कूल 5वीं तक ही था. साहिल, अब तुम कहाँ पढ़ोगे, बेला ने पूछा. और तुम कहाँ पढ़ोगी बेला, साहिल ने पूछा. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. क्यों साहिल, पता नहीं क्यों. ये तो यानी कि अब तुम फुलेरा में नहीं रहोगे. नहीं, तुम्हारा रिपोर्ट कार्ड दिखाना. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ 5ാം ക്ലാസ് വരെ ആ സ്കൂളുള്ളൂ. 5वीं കക്ഷൻ്റെ റിസൾട്ട് വന്നു. എന്നിട്ടോ ദോനോ ചടീമേ, അപ്പോൾ 2 പേരും 6th ഈ സ്കൂൾ 5ാം ക്ലാസ് വരെയുള്ളൂ. സാഹിൽ അബ്തും, അപ്പം അവർ 2 പേരുള്ള കോൺവെർസേഷനാണ് ഇനി പറയുന്നത്. അപ്പോൾ ബേല ചോദിക്കും, സാഹിൽ അബ്തും കഹാം പഠോഗി, നീ എവിടെയാണ് പഠിക്കുന്നത്? അപ്പം നമ്മളെ സാഹിൽ ചോദിക്കും, തും കഹാം പഠോഗി, നീ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ അവൾ പറയും, मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम എന്നെ രാജകീയ കന്യാ പാഠശാല, ഗേൾസിൻ്റെ ഒരു സ്കൂളാണ്, അവിടെയാണ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എവിടെയാണ്? അപ്പം പറയും, മുझे अगले साल अजमेर भेजने, ഇന്ന് അടുത്ത വർഷം മുതൽ അജ്മീറിലേക്ക് എന്നെ അയക്കുന്ന പറഞ്ഞേ. വഹാ एक ഹോസ്റ്റൽ ഉണ്ട്, घर से दूर, വഹാം അക്കേലെ, വീട്ടിൽ നിന്ന് വളരെ ദൂരം, അവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. മനസ്സിൽ നല്ല വിഷമമുണ്ട് കേട്ടോ നമ്മളെ സാഹിലിന്. അപ്പോൾ അവൾ ചോദിക്കും, ക്യോ സാഹിൽ, അതെന്താ? അവൻ പറയും, പത്താ നയിക്കും, എന്താണെന്നറിയില്ല. तो यानी कि अब तुम फुलेरा में नहीं रहोगे. അപ്പം നീ ഫുലേരയിൽ ഉണ്ടാവില്ലേ? കാരണം ഫുലേരയല്ലേ അവരുടെ ലോകം. അതിനോട് ഫുലേര जंक्शन के छोटे कस्बे के सटकर खेतों में जाकर वो क्या करते थे, हमेशा बीर बहुटियों के साथ बरसाती मौसम में बीर बहुटियों के साथ खेलते थे. बहुत सारे यादें थे उन लोगों के. किन लोगों के? बेला और साहिल के. അപ്പോൾ വിഷമത്തോട് ചോദിക്കും, അപ്പം നീ ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ?
അപ്പോൾ ഇനി അപ്പോൾ നമ്മളെ സാഹിൽ പറയും നെഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിക്കാൻ അപ്പം ഉണ്ടാവില്ല, നീ നിൻ്റെ റിപ്പോർട്ട് കാർഡ് എനിക്ക് പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണിച്ച്. അപ്പോൾ അവൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാത്ത ഓർ ബേല സാഹിൽ, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് കാർഡ് കാണിച്ചു. അപ്പോൾ അതിൽ പറയുന്ന ഒരു വിഷമമുള്ളൊരു സെൻറ്റൻസ്, ആജ് ആഖ്രി ബാരി, ഇന്ന് അവസാനമായിട്ടാണ് വേ ഏക് ദൂസരേക്ക് കൊയ് ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ തെ, രണ്ടുപേരുടേതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് നോക്കുന്ന അവസാനം. അപ്പോൾ ഇനി കാണും, ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ലല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുന്നത്. ഇനി ലാസ്റ്റ് കഹാനീൻ്റെ ലാസ്റ്റ് സെഷനാണ്, നോക്കിക്കോളും. തുമാരി ആँख में आंसू क्यों आ रहे हैं बेला, मुझे क्या पता, बेला ने टपटपाई आंखों से हंसते हुए कहा. साहिल की आंखें बीर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें, रोनी सूरत साहिल, रोनी सूरत साहिल. അപ്പോൾ ഇതിൽ ലാസ്റ്റത്തെ അവരുടെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ രണ്ടുപേരും റിപ്പോർട്ട് കാർഡ് നോക്കണ്ടല്ലോ. അപ്പം നമ്മളെ സാഹിൽ ചോദിക്കും ബേലനെ നോക്കിയിട്ട്, തുമാരി ആത്മേ ആസു ക്യോ ആരേ, നിൻ്റെ കണ്ണിൽ എന്താണ് കണ്ണുനീര് എന്നൊക്കെ ചോദിച്ച് വെറുതെ കളിയാക്കുന്ന പോലെ ചോദിക്കേ. അപ്പോൾ അവൾ ചോദിക്കും ജയ്ക്കാ പത്ത, എനിക്ക് എന്താ അറിയാനാ, കാരണം നല്ല വിഷമമുണ്ടല്ലോ ഉള്ളിൽ, എനിക്കറിയില്ല. എന്നിട്ട് അവൾ ചോദിക്കും ബേലാനെ ടബ് ഡബായി ആക്കോസെ ഹസ്ത്, എന്നിട്ട് ടബ് ഡബായി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പുന്ന ആ കണ്ണുനീരുള്ള കണ്ണിനുകൊണ്ട് കൊണ്ട് പറഞ്ഞു ജയ്ക്കാ പത്താന്നുള്ളത്. എന്നിട്ട് അപ്പോഴോ നമ്മളെ സാഹിലിൻ്റെ അവസ്ഥ എന്താ, സാഹിൽ വലിയ കാര്യത്തിൽ ചോദിച്ചു ബേലനോട്, എന്താ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നതെന്ന്. നമ്മളെ സാഹിലിൻ്റെ കണ്ണ് എങ്ങനെയുണ്ട്, സാഹിൽ കി ആക്കെ ബീർ ബഹൂട്ടിക്ക് തര ലാൽ ഹോനെ ലഗീത്തി, ബീർ ബഹൂട്ടിൻ്റെ പോലെ ചുവപ്പ് കളർ. അത് എപ്പോഴാണ് നമ്മളെ കണ്ണ് ചുവപ്പ് കളറാവാം, ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടാകുമ്പോൾ, അതുപോലെ നല്ല കരച്ചിൽ വരാൻ അതിന് തൊട്ട് കരച്ചിൽ ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ കണ്ണിങ്ങനെ ചുവന്ന് വരിക. അവൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ട്, പക്ഷെ പുറത്തേക്ക് എത്തിയിട്ടില്ല. और उनमें बारिश की बूंदों सा पानी भर गया था. അപ്പം ഇങ്ങനെ ആയി ചുവപ്പ് കളറായി വന്ന് കണ്ണ് നിറയെ വെള്ളത്തുള്ളികൾ, അതായത് മഴൻ്റെ വെള്ളം പോലെ ഇങ്ങനെ നിറയാൻ തുടങ്ങി. അതായത് നമ്മളെ സാഹിലും കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേല അത് കണ്ടുപിടിച്ചു. എന്നിട്ട് ബേല പറഞ്ഞു, മേ ചിടാവു അബ് തുമേ, റോനി സൂരജ് സാഹിൽ, റോനി സൂരജ് സാഹിൽ, കരയുന്ന സാഹിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ കളിയാക്കട്ടെ എന്ന് അവൾ പറയും. അപ്പോഴും അവർക്ക് ശരാരത്തിയാണ്. ഈ ലാസ്റ്റ് പാരഗ്രാഫ്, बारिशों आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं गिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. पुलेरा कस्बे की बादल छाई एक गली में 5वीं से छड़ी में चली गई एक लड़की जा रही थी. उसके बुरे बाल बीर बहुटियों के रंग के लाल रिबन से बंधे थे. दूसरी दिशा को जाती एक गली में 5वीं से छड़ी में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बीर बहुटियों के रंग का सा 1 इंच लंबा चोट का निशान. അപ്പോൾ ഇതിൽ പറയുന്നത് അവരുടെ അവസാനത്തെ പീരിയഡിലെ നിമിഷങ്ങളാണ്. ബാരിഷാവാൻ, മഴക്കാലം വരാം, ഇനിയും ഒരു ഏകദേശം 1.5 മഹീന, ഒരു അരമാസം, അത് ഇനിയും സമയം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. ലേക്കിൻ യഹ്, അപ്പോൾ ഇതിൽ അവരുടെ അവസാന നിമിഷമാണ്. അവർ രണ്ടുപേരും പിരിയുന്ന അവസാന നിമിഷങ്ങളെ കുറിച്ച് പറയാണ്. അവർ രണ്ടുപേരും 2 വഴിക്ക് പോയി. അപ്പോൾ അതിൽ ഈ മഴക്കാലമാവാൻ ഇനിയും കുറച്ച് സമയം കൂടിയും ബാക്കിയുണ്ട്. ലേക്കിൻ ഈ ബാരിഷോं से पहले की बारिश का एक दिन. അപ്പോൾ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഇടയിലൊക്കെ നമുക്ക് വേനൽ മഴ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയമാണ്. ആസ്മാൻ മേ ഘട്ടായേ ഗിരി തി, ആകാശത്തിലൊക്കെ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധൂൽ ഭരി തേസ് ഹവായും ചൽ രഹി തി, പൊടിയൊക്കെ ഓൾറെഡി വേനൽക്കാലമാകുമ്പം മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ പൊടിക്കാറ്റാണ് അടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പാനി ബരസ് റഹാത്ത, വെള്ളം ചെറിയ രീതിയിൽ ഇങ്ങനെ തുള്ളി ഉണ്ടായിരുന്നു. അതുപോലെ പുലേര കസ്ബേക്കി ബാദൽ ചായ് ഏ ഗലിമേ, പുലേര ജംഗ്ഷൻ മുഴുവൻ ഈ ക്ലൗഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ, പുലേര ജംഗ്ഷൻ്റെ പല സ്ഥലത്ത് സുനി തങ്കലിയ ഉണ്ടെന്ന് പറഞ്ഞ ഇടവഴികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വഴിയിലൂടെ ആരാ പോകുന്നത്,
അഞ്ചിൽ നിന്ന് 5 വയസ്സേ ചടിമേ ചലി ഗയി എക് ലഡ്കി ജാ രഹി തി. 5ൽ നിന്ന് 6ലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. അവളുടെ ഉസ്കെ ബുരേ ബാൽ ബീർ ബഹുട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ തെ. അവളുടെ മുടി ഏത് കളറുള്ള ഇതിനോണ്ടാണ് കെട്ടിയത്? ബീർ ബഹുട്ടിൻ്റെ കളറുള്ള ചുവപ്പ് കളറുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദൂസരി ദിശാക്കു, എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗലിയിൽ കൂടെ ആര് പോകുന്നുണ്ട്? നമ്മളെ സാഹിൽ പോകുന്നുണ്ട്. അവനും അതുപോലെ 5 വയസ്സ് ചടിമേ ഗയ, ഒരു 11 വയസ്സുകാരനാണ്. അവൻ്റെ കാലിൽ इसकी पिंडली में बीर बहुटियों के रंग का सा 1 इंच लंबा चोट का निशान. അപ്പോൾ അവൻ ആ പട്ടിയൊക്കെ അഴിച്ചു, ബാൻഡേജൊക്കെ അഴിച്ചു. അപ്പം ചുവപ്പ് കളറുള്ള ബീർ ബഹൂട്ടിൻ്റെ രംഗ് പോലെയുള്ള ചുവപ്പ് കളറുള്ള അവൻ്റെ പിണ്ടിലിയിൽ മുറിവ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 പേരുടെയും ഫസ്റ്റ് നമ്മൾ ഈ കഹാനീൻ്റെ സ്റ്റാർട്ടിങ്ങും ഒരു പ്രകൃതി വർണ്ണനയാണ്, അതുപോലെ ലാസ്റ്റും ആ ഒരു പ്രകൃതി എങ്ങനെയുണ്ടോ അതുപോലെ പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഈ ചാപ്റ്റർ. 2 പേരുടെയും ഒരു മാസൂം ദോസ്തി, ഈ ബേല ഓർ സാഹിൽക്ക് മാസൂം ദോസ്തി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണം വായിച്ചു നോക്കുക. അപ്പം വായിക്കുമ്പോൾ നല്ലോണം പ്രൊണൗൺസൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ നോട്ട്സൊക്കെ നമുക്ക് PDF ആയി അയക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.